ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ചേർത്ത യുവതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. കേസെടുത്തതിന് പിന്നാലെ അരീക്കോട് പഞ്ചായത്ത് മുൻ മുസ്ലിം ലീഗ് മെമ്പർ ഷിംജിത മുസ്തഫ ഒളിവിലാണ്. ഇവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ദൃശ്യങ്ങൾ പകർത്തി വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. അരീക്കോട് മുൻ ലീഗ് പഞ്ചായത്ത് അംഗമായ ഷിംജിത മുസ്തഫയുടെ പ്രാഥമിക മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കേസെടുത്തതിനു പിന്നാലെ ഇവർ ഒളിവിൽ പോയതായി പോലീസ് പറയുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ബസ്സിലുണ്ടായ സാഹചര്യങ്ങൾ പരിശോധിക്കാനാണ് ദൃശ്യങ്ങൾ എടുത്തത്. ഷിംജിതയെ പിടികൂടണമെന്നും എങ്കിലേ നീതി കിട്ടുകയുള്ളൂവെന്നും ദീപകിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗ ഉണ്ടാവരുത്. ബസ്സിലെ ദൃശ്യങ്ങൾ പകർത്തിയ ഷിംജിതയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുക്കും. സൈബർ സെല്ലിന്റെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ദീപകിന്റെ അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും മെഡിക്കൽ കോളേജ് പോലീസ് മൊഴിയെടുത്തു. സംഭവത്തിൽ നോർത്ത് സോൺ DIG അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.